ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ നമ്മുടെ ജാനമ്മയാണെങ്കിൽ ഒടുവിൽ കണ്ടെത്തുന്നുണ്ട്. തൻ്റെ മകനെ രക്ഷിക്കണമെന്നും തൻ്റെ മകൻ വലിയ മൂർഖം പാമ്പിൻ്റെ വിഷമേറിയ കടി കൊണ്ട് ഇപ്പോൾ അത് കിഡ്നിക്ക് വരെ ഭയങ്കരമായിട്ടുള്ള മാരകമായ വിഷം ചെന്നിറങ്ങിയത് കൊണ്ട് തന്നെ മകൻ്റെ ജീവൻ ആപത്താണെന്നും തൻ്റെ കയ്യിൽ ഒരു നയ പൈസ പോലും എടുക്കാനില്ലെന്നും തൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ജാനമ്മ പറയുന്നുണ്ട്. തന്നെക്കുറിച്ച് ഞാൻ എന്താ ജാനമ്മ ഇപ്പോൾ പറയേണ്ടത്? എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുമ്മാ കളയാനൊന്നും പൈസയൊന്നുമില്ല, അതിപ്പോൾ ആരുടെയും കയ്യിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്. അതിനുശേഷം ജാനമ്മ പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, അയ്യോ സാറേ ഇനി ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനൊന്നും എന്നോട് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനമ്മയോട് ഇങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, അല്ലെങ്കിലും സ്വന്തം കുഞ്ഞിനേക്കാൾ വലുതാണോ മറ്റുള്ളവരുടെ കുഞ്ഞ്? അങ്ങനെയല്ല സാറേ, ഒരു കുഞ്ഞിനെ ദ്രോഹിക്കാനോ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്തവളാണ് ഈ ഞാൻ. എന്നോട് ഇങ്ങനെയൊന്നും പറയാതെ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, പൈസ വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചാൽ മതി, പൈസ വേണ്ടത്രേ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പ്രതാപം പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ലേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നീലാംബരിയെ മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നീലാംബരിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ ലേഖയുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അനന്തു ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്താ ലേഖ ഈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? അവിടെ മഞ്ജു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് നിനക്കറിയാം. പിന്നെ നീ മഞ്ജുവിനെ എന്തിനാണ് അങ്ങോട്ടേക്ക് വിട്ടയച്ചത്? നിന്നെയും കണ്ണനൊക്കെ നിന്നെപ്പറ്റി എന്താ വിചാരിക്കുക ലേഖ എന്നൊക്കെ നമ്മുടെ അനന്തു ആണെങ്കിൽ ഇങ്ങനെ ലേഖയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ ചോദിക്കുന്നുണ്ട്, അനന്തുവേട്ടന് നമ്മുടെ നീലമോൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഒരു സങ്കടവും തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലേഖയോട് അനന്തു പറയുന്നുണ്ട്, സങ്കടം തോന്നാതിരിക്കുമോ, അവൾ നമ്മുടെയും കൂടെ മോളല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ല അനന്തുവേട്ട, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയെന്നൊക്കെ ലേഖ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നിന്നെ ഒരുപാട് വെറുക്കും ലേഖയെ, നിനക്ക് ഇത്രയും ഒരു കുഞ്ഞിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ദത്തെടുത്താൽ പോരെ. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, എനിക്കതിനാവില്ല നീലമോളെ, എനിക്ക് സ്വന്തമാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ വല്ലാതെ സ്വാർത്ഥ സ്വഭാവത്തിലോട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അനന്തുവേട്ട എന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. അനന്തൂരാണെങ്കിൽ ലേഖയുടെ ഈ സ്വഭാവം കാണുമ്പോൾ നല്ല രീതിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. കാരണം നമ്മുടെ സ്വന്തം കുഞ്ഞല്ലാത്തത് കൊണ്ട് തന്നെ കണ്ണും മഹിയും എന്ത് വിചാരിക്കുമെന്നൊക്കെ അനന്തുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതേ സമയത്താണ് നമ്മുടെ മഞ്ജു അങ്ങോട്ടേക്ക് ലേഖയുടെ വാക്കുകൾ കേട്ടിട്ട് കമലേശ്വരം വീട്ടിൽ എത്തുന്നത് തന്നെ. അപ്പോഴേക്കും ലേഖയുടെ കാര്യങ്ങൾ പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു കാണുന്നത് നമ്മുടെ ദുർഗയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നതാണ്. എന്തായിട്ടെത്തി ഇതൊന്നും കണ്ടില്ലേ നിങ്ങൾ? പിന്നെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? കുഞ്ഞിനെ ഈ ദുഷ്ടിയായ ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടാണോ നിങ്ങൾ കുളിക്കാനും നനയ്ക്കാനൊക്കെ പോയിരിക്കുന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജുവിനോട് കണ്ണം പറയുന്നുണ്ട്, തീ മാറിയത് ഞങ്ങൾ അംഗീകരിച്ചില്ലേ, അതുപോലെ അമ്മയുടെ മാറ്റം സത്യമാണെന്ന് എനിക്കറിയാം, നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തത്. നീ എന്തിനാ മഞ്ജു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ഓടി വന്നത്? നിനക്ക് എങ്ങനെ അറിയാം ഞങ്ങളിവിടെ വന്നിരിക്കുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്നെ ലേഖയെടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് കണ്ണനോട്. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, ഇവരുടെ കയ്യിൽ എന്തായാലും ഏട്ടനും കുഞ്ഞിനെ കൊടുക്കുമെന്നും ഇവർ ആ കുഞ്ഞിനെ ദ്രോഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് എൻ്റെ കാര്യം പോലും നോക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഏട്ടത്തി ഇവിടെ നിന്ന് പോകുന്നവരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്, അല്ലാതെ പിന്നെ മറ്റൊരു മാർഗ്ഗമില്ല. ഇത്രയും ശത്രുക്കളുടെ ഇടയിൽ ഈ പാവം കുഞ്ഞിനെ വിട്ടയക്കാൻ എനിക്ക് കഴിയില്ല ഏട്ടാ. എന്തായാലും ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് മഞ്ജുവാണെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് മുതൽ ഞാനും ഇവിടെ ഉണ്ട്. ഏട്ടത്തി നാളെ രാവിലെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നൊക്കെയാണ് എന്നോട് ലേഖയെടുത്തി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ അപ്പം തന്നെ ഞാനും ഇവിടുന്ന് തിരിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ആരെടുത്താലും ഈ സ്ത്രീ എടുക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കുഞ്ഞിനെ പോലും കളയാൻ നോക്കിയാൽ ഇവർ എന്തായാലും ഏട്ടൻ്റെ കുഞ്ഞിനെയും കളയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അതിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. മനുഷ്യന്മാരായ തെറ്റുകളൊക്കെ പറ്റും, നിനക്കും പറ്റിയിരുന്നില്ലേ ഒരുപാട് തെറ്റുകൾ, എന്നിട്ട് അതൊക്കെ കണ്ണിനും മഹിയും ക്ഷമിച്ചതല്ലേ, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നിന്നേക്കാളും യോഗ്യതയും ഇതൊക്കെ എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഞ്ജു. എന്തായാലും നീയൊക്കെ എൻ്റെ സ്നേഹം ഒരു ദിവസം മനസ്സിലാക്കുന്നൊക്കെ സങ്കടത്തോടെ നമ്മുടെ ദുർഗയാണ് മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ അവൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അമ്മയുടെ കാര്യം സത്യമാണോ ഇല്ലയോ എന്നതാ എനിക്കറിയാം. അമ്മയെ അവരൊക്കെ കാണുന്ന മുന്നേ ഞാൻ കണ്ടതല്ലേ, എനിക്ക് അമ്മയുടെ സ്നേഹം എന്താണെന്ന് നല്ലപോലെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനോട്. കണ്ണൻ നമ്മുടെ ദുർഗയോടാണെങ്കിൽ
അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹി പറയുന്നുണ്ട്, എന്തായാലും മഞ്ജു പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു തോന്നൽ അമ്മയ്ക്ക് നല്ലപോലെ സങ്കടം തോന്നുന്നുണ്ട് കണ്ണേട്ട. എന്തായാലും മഞ്ജുവിനെ ആരായിരിക്കും ഇങ്ങോട്ട് വിട്ടത്? അവൾ പറഞ്ഞല്ലോ ലേഖയാണ് എല്ലാം പറഞ്ഞത്. അതാ ഞാനും ആലോചിക്കുന്നത്, ലേഖ ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എന്തിനായിരിക്കും ലേഖ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തോ ലേഖ നമ്മുടെ കുഞ്ഞിനെ നമ്മളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുമോ എന്നൊരു ഭയം എനിക്കുണ്ട് എന്നൊക്കെ മഹി ഇങ്ങനെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അതൊന്നുമില്ല, അവൾക്ക് നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അങ്ങനെയൊന്നും നീ ചിന്തിക്കാനേ പാടില്ല മഹി എന്നൊക്കെ കണ്ണനും പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇപ്പോഴും തോമസ് സാറിൻ്റെ അരികിൽ ചികിത്സയ്ക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ വലിയ ദേഷ്യമാണ്. നീ എന്താടി പകൽ സ്വപ്നം കാണുവാണോ ഇരുന്നിട്ട്? ഇനി പിന്നെ അതുമാത്രമല്ലേ കാണാൻ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല. പിന്നെ അതെങ്കിലും കണ്ട് ഞാനൊന്ന് ആശ്വാസമാണ് ഏട്ടേന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇവിടെ കിടക്കുന്ന എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ കരുണേ? നീ എന്താ അത് മാത്രം ആവർത്തിച്ച് പറയുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളിവിടുന്ന് എഴുന്നേറ്റാൽ ഇതിലും വലിയ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് കരുണ പുച്ഛത്തോടെ നമ്മുടെ ഉണ്ണിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രതാപനാണെങ്കിൽ വരുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയുടെയും കരുണയുടെ അടുത്തേക്കാണെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു കാര്യം കേട്ടോ, എന്തായാലും ഇവനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ നിൻ്റെ അച്ഛൻ നിനക്ക് തന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല, ഇനി തെറ്റിക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത വാക്കാണല്ലോ ഇപ്പം തെറ്റിയിട്ട് അവൾ എൻ്റെ മേലെ കലിതുള്ളുന്നത്. അല്ലാതെ നിങ്ങൾ കൊടുത്ത വാക്ക് ശരിയാണെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ കലിതുള്ളേണ്ട ഇല്ലല്ലോ എന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്. അല്ലെങ്കിലും നിന്നെ എന്ന് കിട്ടിയോ അന്ന് എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായതാടാ, ഞങ്ങളുടെയൊക്കെ തകർച്ച നീ എന്ന് കുടുംബത്തിൽ വന്നു കയറിയതോ അന്നാണ് തുടങ്ങിയ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, എന്തായാലും ആ ജാനമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ മോന് ഇപ്പോൾ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്, ഞാനത് കൊടുത്ത് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ ചെയ്ത് പൂർത്തിയാക്കേണ്ട കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനത് ചെയ്ത് കൊടുക്കുള്ളൂ എന്നുള്ള പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ആവശ്യം പൈസയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. സ്വന്തം മകനേക്കാളും മക്കളെക്കാളും വലുതല്ല ഈ ലോകത്ത് ഒരാൾക്കും മറ്റൊരാളുടെ മകനും മകളും എന്നൊക്കെ ഇങ്ങനെ പ്രതാപം പറയുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, ചുമ്മാ എൻ്റെ ഭാര്യയ്ക്ക് ആശ കൊടുത്തിട്ട് അവളെ ഇനിയും വിഷമിപ്പിച്ച് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് വേണ്ട. എന്തായാലും നീ ഒന്നും മിണ്ടാതിരിക്കണ ചെറുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വാമദേവനാണെങ്കിൽ നമ്മുടെ മേഘനാഥിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നിന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ജയിലിലോട്ട് പോകാൻ. എന്തായാലും ആ കണ്ണനാണ് എന്നെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഞാനിവിടെ ഉള്ളൂ. അപ്പോഴേക്കും നീ ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയായിരുന്നു, സംസാരിച്ചാൽ മതിയായിരുന്നൊക്കെ വാമനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ തോമസ് സാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തോമസ് സാറാണെ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടക്കും. പക്ഷെങ്കിൽ 2 ആഴ്ച എടുക്കും അയാളൊന്ന് സംസാരിച്ച് വരാൻ. സംസാരിക്കണമെങ്കിൽ ഇനിയും അതിൽ ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇനിയും ദ്രോഹങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു മകളും കൂടെ ഇല്ലേ, അവളുടെ കല്യാണം ഇങ്ങനെ നിന്ന് തന്നെ പോവും. അവളുടെ കല്യാണം നടക്കണമെങ്കിൽ കണ്ണൻ്റെയും മഹിയും കുറച്ചൊന്ന് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥതയോടെ ഒരു സോറി പറഞ്ഞാൽ മതി, എല്ലാം അവിടെ കൊണ്ട് ശരിയാവുമടോ. ഇതൊക്കെ വിട്ട് വെറുപ്പും വൈരാഗ്യമൊക്കെ എന്തിനാണ് ഈ ലോകത്ത്? അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായിട്ടും തൻ്റെ മകനെ താൻ അത് കുത്തിനിറച്ച് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നതാണ് താൻ ചെയ്ത വലിയ തെറ്റ്. ഒരച്ഛനാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തിയാൽ വേണമെന്നൊക്കെ തോമസ് സാറാണെങ്കിൽ നമ്മുടെ മേഘനോടും പ്രതാപനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥനും ഉണ്ണിയും പ്രതാപനും കരുണയും വാമനും എല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഈ ഓണത്തിനെങ്കിലും എന്തെങ്കിലും നല്ലൊരു വാർത്ത കേട്ട് ജയിലിലോട്ട് പോകാൻ കഴിയുമോ എന്നാണ് ഞാനും വാമനൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നത് തന്നെ. എന്താവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, എങ്കിലും നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ചു നിന്നാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ സാധിക്കും. അവരൊക്കെ സദ്യ ഉണ്ണുമ്പോൾ നമുക്കും ഉണ്ണണ്ടേ വലിയൊരു സദ്യ അവർക്ക് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വാമന പ്രതാപനുമാണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെയും വാമൻ്റെയും പകയൊന്നും അടങ്ങിയിരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞിനെയും മഹിയെയും കമലേശ്വരത്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൻ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇന്നെങ്കിലും താനും കുഞ്ഞും എൻ്റെ കൂടെയാണല്ലോ ഇരിക്കുന്നത്. ഒരുപാട് നേരം ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ലേഖയുടെ വീട്ടിലോട്ട് പോകാനേ തോന്നില്ല. അങ്ങനെയൊക്കെ മഹി പറയുമ്പോൾ എന്തോ കണ്ണന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ തന്നെ നിൽക്കാം മഹി, എന്തായാലും അമ്മ കൂടെ ഉണ്ടല്ലോ, അമ്മയെ സ്നേഹം സത്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ണേട്ടാ. കാരണം അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നതൊക്കെ കണ്ണനും പറയുന്നുണ്ട്. എന്തായാലും ലേഖയോട് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ താമസം മാറാൻ കണ്ണേട്ടാ. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്?